ഷിബു മീരാനിലേക്ക് നമ്മളൊന്ന് പോകുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി, UDF പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇന്നത്തെ ധന്യ നിമിഷത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് UDF ഏകോപന സമിതിയുടെ പരിപാടിക്കായി കോഴിക്കോട്ടായിരുന്നു. പക്ഷേ അതിനു പറഞ്ഞ ഒഴിവ് കഴിവ് തന്നെ ക്ഷണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ആ വാദമൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നതേ അല്ല. പ്രതിപക്ഷ നേതാവ് കൂടി ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ? ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമായി, രാഷ്ട്രീയ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനുള്ളൊരു തർക്കഭൂമിയാക്കി ഈ വിഴിഞ്ഞത്തെ മാറ്റേണ്ടതുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ. ഡോക്ടർ അരുൺകുമാർ, ഇന്ന് യഥാർത്ഥത്തിൽ പൂർത്തിയാവുന്നത് നമുക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ്. അതോടൊപ്പം മലയാളികൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നേരം പുലർന്നപ്പോഴല്ല വിഴിഞ്ഞത്തെ പോർട്ട് ഉണ്ടായത്. അതിനു മുമ്പ് നമ്മുടെ പതിറ്റാണ്ടിൻ്റെ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ സത്യസന്ധമായതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ UDFൻ്റെ ഒരു കയ്യൊപ്പ് ആർക്കും തേച്ചു മാച്ച് കളയാൻ കഴിയാത്ത വണ്ണം അവിടെയുണ്ട്. അതിൻ്റെ എല്ലാ അനുമതികളും തയ്യാറാക്കി അതിൻ്റെ കല്ലിടുന്നിടത്ത് അക്കാലത്തൊക്കെ എതിർത്ത വലിയ എതിർപ്പുകളുണ്ട്. ഒരടിസ്ഥാനവുമില്ലാത്ത കുറേ ആരോപണങ്ങളുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിന് കല്ലിട്ട് അവിടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നതിൽ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തി അത് കേരളത്തിൻ്റെ സമീപകാല ചരിത്രമാണ്. ഉമ്മൻചാണ്ടിയെ മലയാളിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള UDFൻ്റെ കഠിനാധ്വാനത്തെയും നന്നായി തന്നെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിരാശയൊന്നുമില്ല. കാരണം കുമ്മനടിയിൽ നിന്ന് ചന്ദ്രനടിയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ നടന്നിട്ടുള്ളൊരു കാര്യം. നേരത്തെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് വിളിക്കാതെയാണ് ഈ BJP പ്രസിഡന്റ് കയറുന്നത്. അന്നാണ് ഈ കുമ്മനടി എന്ന വാക്കുണ്ടായത്. എന്നാൽ ഇന്ന് അവിടെ ആദ്യം എത്തുന്ന അതിഥി BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ തന്നെ കാണിച്ചല്ലോ, എന്തൊക്കെയാണ് ഇത്തരം ചടങ്ങുകളിൽ ഒരു ഡെക്കോറവും കീപ്പ് ചെയ്യാത്ത. 2008 ഭീകരാക്രമണം നടക്കുമ്പോൾ ഒബ്രോയ് ഹോട്ടലിനകത്ത് ഈ പാകിസ്ഥാൻ ഭീകരരും ഇന്ത്യൻ സൈന്യവും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴത്ത് നിന്ന് രാഷ്ട്രീയം പറയാൻ മടി കാണിക്കാതിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി 26 പേരുടെ ഭൗതിക ശരീരം രാജ്യ തലസ്ഥാനത്ത് നിന്ന് മൂവർണ്ണക്കൊടിയിൽ പൊതിഞ്ഞെടുത്ത് അവരുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് റാലിയിൽ നിതീഷ് കുമാറിൻ്റെ കൂടെ കൈകൊട്ടി കളിക്കാൻ മടി കാണിക്കാതിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ന് ആ വേദിയിലും അദ്ദേഹം എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെയാണ് ചെയ്തത്. ഒരു നിലവാരവുമില്ല ഒരു രാഷ്ട്രീയ പരാമർശം അദ്ദേഹം അവിടെ നടത്തി. അതിനാരും മറുപടി കൊടുത്തില്ല. പോട്ടെ, പറഞ്ഞത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിനെ ആണെന്ന് വിചാരിക്കാം. എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇതാ അദാനിയെ പാർട്ട്ണറായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അവിടെ ചിരിക്കുമ്പോൾ രാജ്യത്തെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾ ഈ കോർപ്പറേറ്റ് മൂലധനത്തിനെതിരാണ് എന്ന് പറയുന്ന അവരുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് അവിടെ പരിഹസിച്ചത്. അതിനെതിരെ ഒരു തിരുത്തു പറയാൻ, അത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങനെയല്ല എന്ന് പറയാൻ അവിടെ ഏത് നിമിഷവും സംസാരിക്കാൻ അനുവാദമുള്ള ഒരു ഉപക്രമ പ്രസംഗം മുതൽ ഉപസംഹാര പ്രസംഗം വരെ ആ യോഗത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണമുള്ള മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആ ചടങ്ങ് ഇന്ന് പുലർച്ചെ ഉണ്ടായതല്ല വിഴിഞ്ഞം എന്ന ബോധ്യം കേരളത്തിനുണ്ട്. അവിടെ ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനം, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ഉമ്മൻചാണ്ടിയുടെ കല്ലിടലിനെയൊക്കെ നമുക്ക് പരിഹസിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടി എല്ലാ അനുമതിയും വാങ്ങിയിട്ടാണ് അവിടെ കല്ലിട്ട് വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു പ്രാഥമിക അനുമതി പോലും വാങ്ങാതെ കേരളം മുഴുവൻ കുറ്റിയടിച്ചതുപോലത്തെ ഒരു ഏർപ്പാട് ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉയിരോടെ ഇരിക്കുന്ന കാലത്താണ് 90% ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പണി പൂർത്തിയാക്കി കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്നും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അതൊക്കെ സത്യസന്ധമായി ഇന്ന് കണ്ട കാഴ്ചകൾ മുഴുവൻ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കേരളം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചടങ്ങിൽ ഞങ്ങളില്ലാത്തത് കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് ബുക്കിൽ നിന്ന് ഞങ്ങളുടെ പേര് ആരെങ്കിലും വെട്ടിമാറ്റും എന്ന ഒരാശങ്കയും ഒരു ഭീതിയും ഞങ്ങൾക്കില്ല. എൻ്റെ ചോദ്യം, രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവ് കൂടി ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചടങ്ങിന് കുറച്ചുകൂടി മിഴിവേകുമായിരുന്നില്ലേ എന്നാണ്. തീർച്ചയായും ആ ചടങ്ങിൻ്റെ മിഴിവ് വർദ്ധിക്കുമായിരുന്നു. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു അപമാനിതനായി ഞാൻ പോകേണ്ടതില്ല എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ കഴിയില്ല. എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കാരണം UDFൻ്റെ ഏകോപന സമിതി യോഗം തീരുമാനിച്ചത് ഒരാഴ്ചയ്ക്ക് മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള പരാതി പറയുന്നത് 2 ദിവസം മുമ്പ് മാത്രമാണ്. UDF ഏകോപന സമിതിയിൽ പങ്കെടുക്കാൻ UDFൻ്റെ ചെയർമാൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് പോകണമെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ അഥവാ താൻ പങ്കെടുക്കുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചു. ഇപ്പോൾ പറഞ്ഞതൊരു ഒഴിവ് കഴിവ് മാത്രമാണ്. അതല്ലേ വാസ്തവം, അഡ്വക്കേറ്റ് ഷിബു മീരാൻ?
അല്ല, ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് 2 ദിവസത്തെ ആയുസല്ല കേട്ടോ. 4-5 ദിവസമായി നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വിവാദം ചർച്ച ചെയ്ത് വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചാൽ അദ്ദേഹം പോകണമെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമാവുന്ന രൂപത്തിൽ, അദ്ദേഹത്തിന് വരാൻ കഴിയുന്ന രൂപത്തിലുള്ള ആദരവോടുകൂടിയുള്ള ഒരു ക്ഷണം കിട്ടണം. എനിക്കും അരുൺകുമാറിനോട് ചാനൽ ചർച്ചയിലിരുന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പ്രതിപക്ഷ നേതാവിന് ആ ക്ഷണം ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. അതിന്റെ പിറകിൽ അവിടെ ഇവർ കാണിച്ചിട്ടുള്ള ഒരു ഉദാസപരമായ ഒരു സമീപനം കൊടുത്തു, MLA-ക്ക് ബോധ്യപ്പെട്ടു, MP-ക്ക് കൊടുത്തു, MP-ക്ക് ബോധ്യപ്പെട്ടു, ബാക്കിയുള്ള അവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഈ ക്ഷണമൊക്കെ കൊടുത്തു. അതേപോലെ തന്നെയല്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും ഈ ക്ഷണം എത്തിച്ചത്. ആര് സംസാരിക്കണം സംസാരിക്കേണ്ട എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്നു. ആകെ 3 പേർക്കുള്ള അവസരം മാത്രം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുക്കുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു സേയുമില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ ഷിബു മീരാൻ. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത് ഡോക്ടർ അരുൺകുമാർ. ഇവിടുത്തെ പ്രശ്നം, നമ്മളിപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണല്ലോ. MLA-യും MP-യും അവിടെ പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ UDF അനുവദിച്ചിട്ട് തന്നെയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ലെന്നേ. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഉമ്മൻചാണ്ടിയെ മറന്ന്, UDF-നെ മറന്ന്, ഈ അർത്ഥത്തിൽ ഇവരിവിടെ പിന്നെ ഇവരുടെ സർക്കാരിൻ്റെ ഒരു 4ാം വാർഷികാഘോഷമായി LJF അഥവാ ലെഫ്റ്റ് ജനതാ ഫ്രണ്ടിൻ്റെ സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനമായിട്ടൊക്കെ മാറ്റിയാൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ സൗകര്യമില്ലെന്നേ. അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ കാരണങ്ങൾ അത് മനസ്സിലായി. അത് കുറച്ചുകൂടി കൺവിൻസിംഗ് ആണ്. അതായത് ഉമ്മൻചാണ്ടിയെ മറന്ന ഒരു വലിയ ഉദ്ഘാടന മാമാങ്കത്തിൽ പങ്കെടുക്കാൻ തൽക്കാലം താല്പര്യമില്ല. രാഷ്ട്രീയമായ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ വരാം. Debate with Dr. Arun Kumar.